ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളൊരു രസികൻ ഡയലോഗാണ്, തോമസ് കുട്ടി വിട്ടോടാ എന്ന്. ഈ വിട്ടോടാ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് നമുക്കറിയേണ്ടത്. അതിനെ കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ പറയുക റൺ ഫോർ യുവർ ലൈഫ് എന്നാണ്. അതായത് ജീവൻ വേണമെങ്കിൽ ഓടിക്കോ എന്നാണ് അതിൻ്റെ അർത്ഥം, റൺ ഫോർ യുവർ ലൈഫ്. അപ്പോൾ തോമസ് കുട്ടീനെ നമ്മളെങ്ങനെ പറയും ഇംഗ്ലീഷിൽ? തോമസ് തന്നെ, തോമസ് കുട്ടി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. തോമസ് റൺ ഫോർ യുവർ ലൈഫ്, ദാറ്റ്സ് ഇറ്റ്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറയില്ലേ ചില സമയത്ത്, അതിനെ പറയുക ലിറ്റിൽ ഡിഡ് ഐ നോ എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിറ്റിൽ ഡിഡ് ഐ നോ ദാറ്റ് ഹി വാസ് ഗോയിങ് ടു സ്റ്റാർട്ട് ദ സെയിം ബിസിനസ്. ഇതേ സെയിം ബിസിനസ് തന്നെയാണ് അവൻ തുടങ്ങാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ലിറ്റിൽ ഡിഡ് ഐ നോ. ഇനി മറ്റൊരു പ്രയോഗം, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ചെയ്യാനോ പോകുന്നതിൽ നിന്നും പേടിച്ചിട്ടോ നാണം കൊണ്ടോ പിൻവാങ്ങി പോകും. അതിനാണ് നമ്മൾ ചിക്കൻ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ ചിക്കൻഡ് ഔട്ട് എന്ന് പറയാം. ഹീ ചിക്കൻഡ് ഔട്ട് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, അവസാന നിമിഷം അവൻ പിൻവാങ്ങി. ഹീ ചിക്കൻഡ് ഔട്ട്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ തോട്ട് ടു ആസ്ക് ഹിം ഫോർ എ റൈസ്. ഞാനൊരു ചെറിയൊരു സാലറി ഇൻക്രീസ്, റൈസ് എന്ന് പറയാം, ഫോർ എ റൈസ്, ഒരു ചെറിയൊരു ഇൻക്രിമെൻറ്റ് ചോദിക്കണമെന്ന് വിചാരിച്ചു. ബട്ട് ഐ ബോട്ടിൽഡ് ഔട്ട്. ബോട്ടിൽഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ അർത്ഥം തന്നെയാണ്. നമുക്ക് പറയാനുള്ള ആശയത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടിൽ ഇട്ടിട്ട് അടച്ചു പൂട്ടി വെച്ചു. ദാറ്റ് മീൻസ് പറഞ്ഞില്ല, ഒതുക്കി കൂട്ടി, പറഞ്ഞു കൂട്ടി. അതായത് ഐ ലോസ്റ്റ് മൈ നെർവ് എന്നർത്ഥം. ലൂസ് വൺസ് നെർവ് എന്നാണ് ഇവിടുത്തെ പ്രയോഗത്തിൻ്റെ ഒരു അർത്ഥം വരുന്നത്, ധൈര്യം ചോർന്നു പോവുക. അപ്പോൾ ഐ ലോസ്റ്റ് മൈ നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ധൈര്യം ചോർന്നു പോയി. അതുകൊണ്ടാണ് ഐ ബോട്ടിൽഡ് ഔട്ട് എന്ന് പറയുന്നത്. ഐ തോട്ട് ടു ആസ്ക് മൈ ബോസ് ഫോർ എ റൈസ് ബട്ട് ഐ ബോട്ടിൽഡ് ഔട്ട്. പക്ഷെ അവസാന നിമിഷം ഞാനത് പറഞ്ഞില്ല, വേണ്ടെന്ന് വെച്ചു. അതായത് ഇത്തരം കാര്യങ്ങൾ പറയാൻ കരുത്തില്ലാത്ത ആളുകളെ നമ്മൾ പറയുന്ന വാക്കുകളാണ് ഫെയിൻറ്റ് ഹാർട്ടഡ്, ചിക്കൻ ഹാർട്ടഡ്, ഗട്ട്ലെസ്, സ്പൈൻലെസ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. ഇതിൽ ഗട്ട്ലെസ് എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട് ഗട്ട്സ് എന്ന് പറഞ്ഞ വാക്ക്. അപ്പോൾ ഗട്ട്സ് എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഗട്ട്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ധൈര്യമാണെന്ന് അർത്ഥം. ഓ വാട്ട് എ ഗട്ട്സി മാൻ, വാട്ട് എ ഗട്ട്സി ഗേൾ എന്നൊക്കെ ചില ആളുകൾ നമ്മൾ പറയും. ഐ അപ്രീഷിയേറ്റ് യുവർ ഗട്ട്സ്, നിൻ്റെ ഈ ചങ്കൂറ്റത്തെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നതിന് ഐ അപ്രീഷിയേറ്റ് യുവർ ഗട്ട്സ് എന്ന് പറയുക. ശരിക്കും ഗട്ട്സിൻ്റെ കറക്റ്റ് മലയാളം ചങ്കൂറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മറ്റു ചില പ്രയോഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ബേൺസ് മീ എന്ന് പറയും. ചില സമയത്ത് എനിക്കങ്ങോട്ട് ഭയങ്കര ദേഷ്യം വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ബേൺസ് മീ ടു നോ ദാറ്റ് ഷി വാസ് ഗോയിങ് ടു റിസൈൻ. അവൾ ജോലി രാജിവെക്കാൻ പോവുകയായിരുന്നു അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവർ ഇറ്റ് ബേൺസ് മീ ടു നോ ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു റിസൈൻ. അവൾ ജോലി രാജിവെക്കാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. ഇറ്റ് ബേൺസ് മീ ടു നോ. അപ്പോൾ ഇറ്റ് ബേൺസ് മീ എന്നാണ് പറയാം, വല്ലാതെ ദേഷ്യം വന്നു എന്നർത്ഥം. അതിന് സമാനമായ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ പലപ്പോഴും പറയുന്ന മറ്റൊരു പ്രയോഗമാണ് ഇറ്റ് ബീറ്റ്സ് മീ. ആക്ച്വലി ഇറ്റ് ബീറ്റ്സ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാവുന്നില്ല, പിടി കിട്ടുന്നില്ല എന്നാണ് അർത്ഥം. പക്ഷേ ഇത് പലപ്പോഴും പറയുക ഇറ്റ് ബീറ്റ്സ് മീ വൈ, അല്ലെങ്കിൽ വാട്ട്, വെൻ, വെയർ, ഹൗ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വേർഡുകളുടെ കൂടെയാണ് ഇത് പറയേണ്ടത്. അപ്പോൾ ഇറ്റ് ബീറ്റ്സ് മീ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ് ബീറ്റ്സ് മീ ഹൗ എന്നാണെങ്കിലോ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നിങ്ങൾ മനസ്സിലായി കാണും, ഈ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ് ഈ ഇറ്റ് ബീറ്റ്സ് മീ പറയാമെന്ന് ഇല്ലേ? എങ്കിലും ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുപോലെ പറയാൻ പറ്റും. അവൻ എങ്ങനെയാണ് ഈ ജോലി കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് കിട്ടിയതെന്ന്. ഇറ്റ് ബീറ്റ്സ് മീ ഹൗ ഹി ഗോട്ട് ദിസ് ജോബ്. അവൾ എന്തിനാണ് ഇയാളെ മാരി ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് എന്നുള്ളതിൻ്റെ വാക്ക് വൈ ആണ്. അപ്പോൾ നമ്മൾ ഇറ്റ് ബീറ്റ്സ് മീ വൈ എന്ന് വെച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ എങ്ങനെ പറയാം? ഇറ്റ് ബീറ്റ്സ് മീ വൈ ഷീ മാരീഡ് ദിസ് മാൻ. ഇറ്റ് ബീറ്റ്സ് മീ വൈ ഷീ മാരീഡ് ഹിം. അവൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില ആളുകൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ ചേർന്നിട്ട് 1-2 മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് ഇംഗ്ലീഷ് ഇങ്ങനെ പഠിച്ച് ചെറുപ്രാന്ന് ഇംഗ്ലീഷ് പറയും. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് എവിടെ പോയിട്ട് പഠിച്ചത്, എങ്ങനെ പഠിച്ചതെന്ന് ഒരു ഐഡിയയും ഇല്ല. അത് കേട്ട് അത്ഭുതപ്പെടുന്ന ചില ആൾക്കാർ പറയും, ഓ അവൻ എങ്ങനെയാണ് അത് പഠിച്ചിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ, ഹൗ. അപ്പോൾ എങ്ങനെ പറയും? ഇറ്റ് ബീറ്റ്സ് മീ ഹൗ ഹീ ലേൺഡ് ഇംഗ്ലീഷ്. ഇറ്റ് ബീറ്റ്സ് മീ ഹൗ ഹീ പിക്ഡ് അപ്പ് ഹിസ് ലാംഗ്വേജ്. ഇല്ലേ? ഇതേ അർത്ഥം തന്നെ ഈ ഇറ്റ് ബീറ്റ്സ് മീ എന്നുള്ളതിൻ്റെ പകരം നിങ്ങൾ ഒന്നുകൂടി സ്റ്റൈലായിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷനാണ് ഐ വണ്ടർ. അപ്പോൾ ഈ ഐ വണ്ടർ എന്ന പ്രയോഗവും ഈ വാട്ട്, വെൻ, വെയർ, വൈ, ഹൗ, വിച്ച് എന്നൊക്കെ വെച്ച് അങ്ങ് പറഞ്ഞാൽ മതി. ഇതേ അർത്ഥം തന്നെ കിട്ടും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഐ വണ്ടർ വൈ ഷീ മാരീഡ് ഹിം.
അവൾ എന്തിനാണ് ഈ പഹയനെ മാരി ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ വണ്ടർ വൈ. ഇനി എങ്ങനെയാണെന്നുള്ള എക്സാമ്പിൾ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, അതെങ്ങനെ പറയും? ഐ വണ്ടർ ഹൗ. അപ്പോൾ അടുപ്പിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഐ വണ്ടർ ഹൗ ഹി പിക്ഡ് അപ്പ് ഹിസ് ലാംഗ്വേജ്. ഐ വണ്ടർ ഹൗ ഹി ഇംപ്രൂവ്ഡ് ഹിസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ്. എങ്ങനെയാണ് ഇവനിത് ഡെവലപ്പ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. ഐ വണ്ടർ ഹൗ. ഇനി നീ എന്തുട്ടാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താ പറയുന്നതെന്ന്, അതിനാണ് വാട്ട്. ഐ വണ്ടർ വാട്ട് യു ആർ ടോക്കിംഗ്. ഐ വണ്ടർ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. നോക്കൂ, എത്ര മനോഹരമായ പ്രയോഗമാണ് നോക്കൂ. ഇറ്റ് ബീറ്റ്സ് മീ എന്നും പറയാം, ഐ വണ്ടർ എന്നും പറയാം. ഐ വണ്ടർ വൈ, ഐ വണ്ടർ വെൻ, ഐ വണ്ടർ ഹൗ, ഐ വണ്ടർ വെയർ. ഇതെല്ലാ ക്വസ്റ്റ്യൻ വേർഡൊന്നും വെച്ച് പറയാൻ നിൽക്കുന്നുണ്ട്. വാട്ടും വെന്നും വെയറും വൈയും ഇത്രയും വെച്ച് പറഞ്ഞാൽ മതി. അതുപോലെ സംഭാഷണത്തിൽ നമ്മൾ പറയുന്ന മറ്റൊരു സംഗതിയാണ്, നമ്മൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യ് എന്ന് പറയില്ലേ, ഇടയിൽ കയറി വെടിവെക്കില്ലേ, ഡോണ്ട് ജംപ് ദ ഗൺ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഐ ആം നോട്ട് ത്രൂ വിത്ത് യു. ഞാനത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന് പറയില്ലേ, അതിനാണ് ഐ ആം നോട്ട് ത്രൂ വിത്ത് യു. ഡോണ്ട് ജംപ് ദ ഗൺ. ഇടയിൽ കയറി വെടിവെക്കില്ലേ, ഞാനൊന്ന് പറയട്ടെ മുഴുവൻ. ലെറ്റ് മീ കംപ്ലീറ്റ്, ഞാൻ പറയട്ടെ. അതുപോലെ മറ്റൊരു പ്രയോഗമാണ് ഐ വിൽ ഗെറ്റ് യു സോർട്ടഡ്. അപ്പോൾ ഇത് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിലെ ഒരു സോർട്ടിംഗ് പ്രക്രിയയെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ എളുപ്പം പിടികിട്ടും. പല സ്ഥലത്തു നിന്നും വരുന്ന ലെറ്റേഴ്സ് പോസ്റ്റ്മാൻ സോർട്ട് ഔട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഓരോരോ ഏരിയ നോക്കിയിട്ട് ഇങ്ങനെ തരം തിരിച്ചു വയ്ക്കുക. അതിനാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില ആളുകൾ പറയും, കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ പറയും, നീ പേടിക്കാതെ നിൽക്ക്, ഞാൻ ശരിയാക്കി തരാം, നിൻ്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം എന്ന് പറയില്ലേ. നിൻ്റെ കാര്യങ്ങൾ, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഐ വിൽ ഗെറ്റ് യു സോർട്ടഡ്. അതാണ് അതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ്. ഐ വിൽ ഗെറ്റ് യു സോർട്ടഡ്, ഡോണ്ട് വറി. ഈ ഒരു ചെറിയൊരു എക്സ്പ്രഷനാണ് നമ്മൾ കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് പറയുന്ന ചില സംഗതികൾ. കിടക്കാൻ സമയമായി, അപ്പോൾ കിടക്കാൻ നോക്ക്, ചായാൻ നോക്ക്, ശരി അങ്ങനെയൊക്കെ പലതരത്തിലൂടെ പറയില്ലേ. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ചില പ്രയോഗങ്ങളാണ് ഓഫ് ടു ബെഡ്. ഓക്കെ, ഇറ്റ്സ് ടൈം. ഓക്കെ കമോൺ ഓഫ് ടു ബെഡ്. പോയി കിടന്നുറങ്ങാൻ നോക്ക്, ഓഫ് ടു ബെഡ് എന്ന് പറയും. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി മനോഹരമായിട്ടുള്ള ഒരു കൊളോക്കിയൽ സ്റ്റൈലാണ് ഹിറ്റ് ദ ഹേ സാക്ക് എന്ന് പറയും. ഹിറ്റ് ദ ഹേ സാക്ക്. അല്ലെങ്കിൽ പറയാം ഇറ്റ്സ് ബെഡ് ടൈം ഓർ ടേക്ക് എ സ്നൂസ് ഓർ ഇറ്റ്സ് ടൈം ടു ടേൺ ഇൻ. നമ്മൾ ടേൺ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പോയി ചായ നോക്കുമെന്ന് പറയും. ഇതിനാണ് ഇറ്റ്സ് ടൈം ടു ടേൺ ഇൻ എന്ന് പറയുക. ഇനി കൊച്ചു കുട്ടികളോടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവർ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പറയും ഓക്കെ നൈറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ പറയുക സ്ലീപ്പ് ടൈറ്റ് എന്ന് പറയാം. പിന്നെ വേണമെങ്കിൽ പറഞ്ഞ ചില പ്രയോഗങ്ങളാണ് ലൈറ്റ്സ് ഔട്ട് ഓർ യു ക്യാൻ സേ സീ ഇൻ ദ മോർണിംഗ്. ഉണ്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ കൊച്ചു കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നതാണ്. ഇതുപോലെ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന മനോഹരമായിട്ടുള്ള 1-2 ചെറുവാചകങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്കത് ശീലമായിട്ടോ എന്ന് പറയും ചില ആൾക്കാർ. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ എന്തോ ആയിക്കോട്ടെ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഐ ആം യൂസ് ടു ഇറ്റ് എന്ന് പറയാം. ധാരാളം പറയാൻ സാധ്യതയുള്ളൊരു പ്രയോഗമാണ് കേട്ടത്, ഐ ആം യൂസ് ടു ഇറ്റ്. സിറ്റി ലൈഫിലൊക്കെ വരുന്ന സമയത്ത് ധാരാളം ഇങ്ങനെ ശബ്ദങ്ങളും ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരാൾ പറയും നീ ഇതെങ്ങനെ ഇവിടെ ജീവിക്കാൻ വരണമെന്ന് ചോദിക്കും. അപ്പോൾ അത് ശീലമായിട്ടുള്ള ആൾ പറയും ഡോണ്ട് വറി യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഇതൊക്കെ ശീലമായിക്കൊള്ളും. ഞാനിവിടെ ആദ്യം വന്നപ്പോൾ എനിക്കും ബുദ്ധിമുട്ട് തന്നെ ഇരുന്ന് ഉറങ്ങാനൊക്കെ, ബട്ട് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. നൗ ഐ ആം യൂസ് ടു ഇറ്റ്. ഇപ്പം എനിക്കത് ശീലമായി. യു വിൽ ഓൾസോ ഗെറ്റ് യൂസ് ടു ഇറ്റ്. യൂസ്ഡ് ടു ഇറ്റ്. ഉച്ചാരണം യൂസ് ടു ഇറ്റ് എന്നാണ്, പക്ഷേ എഴുതുമ്പോൾ യൂസ്ഡ് ടു ഇറ്റ് എന്ന് തന്നെ പറയണം. യൂസ്ഡിൻ്റെ ഡി സൈലൻ്റ് ആയിട്ട് പോകും, കേൾക്കില്ല. മറ്റൊരു മനോഹരമായിട്ടുള്ള പ്രയോഗമാണ് ഇനി നിൻ്റെ ഊഴമാണ്, ഇനി താങ്കളുടെ ഊഴമാണ് എന്ന് പറയുന്നതിനാണ് ഇംഗ്ലീഷിൽ പറയുക നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. ഇറ്റ്സ് യുവർ ടേൺ മാൻ, കം ഓൺ. ഇപ്പോൾ കളിക്കുന്ന സമയത്തൊക്കെ പറയുമ്പോൾ ഇനി നിൻ്റെ ചീട്ടിട് എന്ന് പറയുമ്പോൾ ഓക്കെ ഇറ്റ്സ് യുവർ ടേൺ. അതുപോലെ എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിലോ ചെയ്യാനാണെങ്കിലോ സംഭാവന ഇടാനാണെങ്കിലോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇനി നിങ്ങളുടെ ഊഴമാണ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് യുവർ ടേൺ. പല ആൾക്കാരും പാട്ട് പാടാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരാളുടെ പാട്ട് പാടിക്കഴിഞ്ഞു, അപ്പോൾ ഇയാൾ ഞാൻ അടുത്ത ആളെ നോക്കിയിട്ട് പറയണം നൗ ഇറ്റ്സ് യുവർ ടേൺ, ഓക്കെ ഗോ ആൻഡ് ടേക്ക് ദ പ്ലാറ്റ്ഫോം. ഇനി നിങ്ങളുടെ ഊഴാണെന്ന് പറയും, ഇറ്റ്സ് യുവർ ടേൺ എന്ന് പറയും. മറ്റൊരു വാചകം ഇതാണ് ഗോ റൈറ്റ് അഹെഡ്. നേരെ അങ്ങ് പോയിക്കോളൂ. ഇത് പലപ്പോഴും ഡിറക്ഷൻ ഓർ യു ക്യാൻ സേ ഡയറക്ഷൻ, രണ്ട് തരത്തിലും പറയാം. ഡയറക്ഷൻ കൊടുക്കുമ്പോൾ പറയുന്നത് നല്ലൊരു വാചകമാണ് ഗോ റൈറ്റ് അഹെഡ്, നേരെ മുന്നോട്ട് പോയിക്കോളൂ. ഡോണ്ട് എക്സാജറേറ്റ്, ഊതിപ്പെരിപ്പിക്കണ്ട. വല്ലാതെ എങ്ങനെ സംഭാഷണം തള്ള് സ്റ്റൈലിലേക്ക് ആകുമ്പോൾ നമ്മൾ പറയുന്നൊരു വാചകമാണ് ഡോണ്ട് എക്സാജറേറ്റ്. ഓക്കെ, സോ വിഷ് യു എ വണ്ടർഫുൾ ടൈം. We'll meet you again in the next episode. Take care. Bye-bye.